ഇന്ന് നമുക്ക് ആരോ ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കാം. നമ്മൾ ഇതിനു മുമ്പ് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കാത്തവർ നമ്മുടെ ഇവിടെ പോയി നോക്കിയാൽ മതി. എവിടെ? നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പഴയ വീഡിയോസ് എല്ലാം കിട്ടുന്നതായിരിക്കും. ഓക്കെ, ആരോ ഫംഗ്ഷൻ എന്താണ്? ആരോ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമല്ലേ? ഇതാണ് ഫംഗ്ഷൻ. സോ നമ്മളൊരു ഫംഗ്ഷൻ എഴുതിയിട്ട് console.logൻ്റെ അകത്ത് നമ്മൾ ഹലോ ജാവാസ്ക്രിപ്റ്റ് നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് കണ്ടു നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരോ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം. ഓക്കെ, ഇൻസ്പെക്റ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസോളിൽ ഹലോ ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഇപ്പം നമ്മൾ ഈ കണ്ട ഈ ഫംഗ്ഷൻ തന്നെയാണ് ആരോ ഫംഗ്ഷൻ. EX6 അതായത് EX6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ജാവാസ്ക്രിപ്റ്റിൻ്റെ വേർഷൻ കൺട്രോൾ ഓരോ വേർഷൻസ് റിലീസാകുന്നതിൻ്റെ ഒരു ഇതാണ്. ഓക്കെ, EX6ൻ്റെ റിലീസോടുകൂടി മോഡേൺ ജാവാസ്ക്രിപ്റ്റിൽ നമ്മളിപ്പോൾ എഴുതുന്ന ഫംഗ്ഷനെ കുറച്ചുകൂടി ഷോർട്ടർ വേർഷനിൽ എഴുതാനാണ് നമ്മൾ ആരോ ഫംഗ്ഷൻ കൊണ്ടുവന്നത്, ജാവാസ്ക്രിപ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അത് മാത്രമല്ല ആരോ ഫംഗ്ഷന് മറ്റ് പല ഉപയോഗങ്ങളുണ്ട്. അതായത് നിങ്ങൾക്കത് ഭാവിയിൽ നമ്മുടെ വീഡിയോസിലെല്ലാം പഠിക്കും. ഓക്കെ, ദിസിൻ്റെ കേസിൽ എങ്ങനെ ആരോ ഫംഗ്ഷൻ ഉപയോഗിക്കും, നോർമൽ ഫംഗ്ഷനും ആരോ ഫംഗ്ഷനും തമ്മിൽ ദിസിൻ്റെ കേസ് എങ്ങനെയാണ്, അതുപോലെ കോൾ ബാക്ക്, പ്രോമിക്സ്, അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ ആരോ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് പോട്ടെ. ഇവിടെ നമുക്കിന്ന് ആരോ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ആരോ ഫംഗ്ഷൻ ഇതാണ് ഷോർട്ടറായിട്ട് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ആരോ ഫംഗ്ഷൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഞാൻ ഇത് ഞാൻ അവിടെ നിന്ന് ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ആരോ ഫംഗ്ഷൻ ആദ്യം വേണ്ടത് നമുക്കൊരു എന്ത് വേണം? ഞാനൊരു നമുക്കൊരു നെയിം വേണം അല്ലേ? നെയിം അസൈൻ. ആരോ ഫംഗ്ഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ സാധാരണ രീതി ഫംഗ്ഷനിൽ ഇവിടെ നമ്മൾ പാരാമീറ്ററാണ് പാസ് ചെയ്യുന്നത്. പകരം ഇവിടെ നമ്മൾ ആരോ ഫംഗ്ഷനിൽ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ആരോ ഫംഗ്ഷൻ എഴുതുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സിംഗിൾ ലൈന്, അതായത് ഒറ്റ ലൈനിലാണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിത് സിംഗിൾ ലൈനിൽ എഴുതാം. വേറെ പ്രത്യേകിച്ച് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് സിംഗിൾ ലൈനിൽ console.log ഇവിടെ നമ്മളിപ്പോൾ എഴുതിയ ഹലോ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് എഴുതാം. ഇപ്പോൾ എന്തോരം ചെറുതാന്ന് നോക്കിക്കുക കോഡ്. നമ്മൾ മുമ്പ് എഴുതിയത് എത്രത്തോളം വലുതായിരുന്നു ജാവാസ്ക്രിപ്റ്റ്. ഇനി നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് കാണാം. പ്രിൻറ്റ് ചെയ്ത് കാണാൻ ഞാൻ ജസ്റ്റ് ഇത് എനിക്കൊന്ന് കോൾ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ എഴുതിയേക്കുന്ന ഈ ഒരു സംഭവം കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കാണാൻ സാധിക്കും. ഓക്കെ, ഹലോ ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഷോർട്ടഡ് വേർഷനിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ മൾട്ടിപ്പിൾസ് ലൈൻസ് ഉണ്ടെങ്കിൽ, കുറേ ലൈനുകളുണ്ടെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ എഴുതാൻ പറ്റും ആരോ ഫംഗ്ഷൻ എഴുതുന്നത് ഇങ്ങനെ കേട്ടോ. ഇതാണ് നമ്മുടെ ആരോ ഫംഗ്ഷൻ. ഇത് ഇത്ര ഉദ്ദേശിച്ചാൽ മതി, ഒരമ്പ് ആരോ. ഓക്കെ, ഇവിടെ നമുക്ക് പാരാമീറ്റർ പാസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്പിളിൽ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ വേണേൽ കാണിച്ചു തരാം. സം മൾട്ടിപ്പിൾ ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ എഴുതുന്ന സം, എന്നിട്ട് 2 പാരന്തസിസ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, കേളി ബ്രേസ് ഓപ്പൺ ചെയ്യണം, 2 എണ്ണം മൾട്ടിപ്പിൾ ആയതുകൊണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് എഴുതാം മൾട്ടിപ്പിൾ ലൈൻ ആയതുകൊണ്ട്. എ അസൈൻ 10, ബി അസൈൻ 10. ഓക്കെ, console.logൻ്റെ അകത്ത് നമുക്ക് console.log എ പ്ലസ് ബി എന്ന് console.logൽ കൊടുക്കാം. എ പ്ലസ് ബി. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ മൾട്ടി ലൈൻ അല്ലേ, എന്നിട്ട് ഇതൊന്ന് പ്രിൻറ്റ് ചെയ്ത് കണ്ട് നോക്കാം നമുക്ക്. മൾട്ടി ലൈൻ. ഓക്കെ, സേവ്. മൾട്ടി ലൈൻ വന്നു കഴിയുമ്പോൾ ഞാനത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ, ഇൻസ്പെക്റ്റിൽ കൺസോളിൽ. ഓക്കെ, എനിക്ക് 20 കിട്ടി. കണ്ട ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടി ലൈനിൽ ആരോ ഫംഗ്ഷൻ എഴുതുന്നത്. ആരോ ഫംഗ്ഷൻ മോഡേൺ ആയിട്ടുള്ള വേയിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷൻസ് എഴുതാനാണ് ഉപയോഗിക്കുന്നത്. സോ ഇനിയിപ്പോൾ നമുക്ക് എന്താണ് നോക്കാനുള്ളത്? ഇനി നമുക്ക് പാരാമീറ്റർ പാസ് ചെയ്യാം. ഇവിടെ നമുക്ക് പാരാമീറ്റർ പാസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് പാരാമീറ്റർ പാസ് ചെയ്യുന്നത്? പാരാമീറ്റർ നമ്മൾ ഇതുവഴിയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഞാൻ പാരാമീറ്റർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവഴി ഞാൻ 2 സംഖ്യ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്നു. 10, 10. ഈ 2 സംഖ്യ ഇവിടെ നമുക്ക് എടുക്കാം. ഇവിടെ നമ്മൾ എ പ്ലസ് ബി എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. സോ ഞാനിവിടെ എ ബി എടുത്തു. ഓക്കെ, എയും ബി എടുത്തു. ഇതിവിടെ
2 ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് സേവ് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവറിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്പെക്റ്റിൽ കൺസോളിൽ എനിക്കിവിടെ 20 ആൻസർ കിട്ടി. കണ്ടോ? അപ്പോൾ നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്തു. വേറെ എന്തെങ്കിലും ഇനി നോക്കണോ? ഇനിയൊന്നും നോക്കാനില്ല. അപ്പോൾ നമ്മൾ ആരോ ഫംഗ്ഷനാണ് ഇന്ന് പഠിച്ചത്. നമുക്ക് അടുത്ത ദിവസം പുതിയ പുതിയ കാര്യങ്ങളായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.